പല ക്ഷേത്രങ്ങളിലും ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും ഗോളക തിരുമുഖം എപ്പോഴും വെച്ച് പൂജിക്കാറുണ്ട്. എല്ലാ ദേവിക്കും അലങ്കാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുഖം മറച്ചുകൊണ്ടുള്ള ഗോളക. മുഖം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് മുഖം. ഈ മുഖം മറച്ചുകൊണ്ടുള്ള കിരീടം, കുണ്ടലം എന്നിവയോട് ചേർന്ന ഒരു തിരുമുഖം അല്ലെങ്കിൽ അങ്കി എന്ന് വേണമെങ്കിൽ പറയാം, അത് ചാർത്തി പൂജിക്കാറുണ്ട്. ശരിക്കും നമ്മുടെ കേരള താന്ത്രിക പ്രകാരം ഏതെങ്കിലും നല്ലൊരു ദൈവജ്ഞന്റെ അടുത്തോ ഒരു തന്ത്രിമാരുടെ അടുത്തോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. ഒരിക്കലും ഒരു ദേവന്റെയോ ദേവിയോ തിരുമുഖം മറച്ച് എന്ത് ചെയ്യാൻ പാടില്ല, പൂജ കഴിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഗോളക ഇന്നൊന്നും ഉണ്ടായതല്ലോ, പണ്ടേ ഉണ്ടായതല്ലേ എന്ന് ചോദിക്കും അല്ലെ. എന്നാൽ പണ്ടുള്ള ഗോളകയ്ക്ക് നല്ല വിശ്വകർമ്മജർ ഈ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഭൂമിയെ സൃഷ്ടിച്ച അല്ലെങ്കിൽ എല്ലാ ജീവജാലം സൃഷ്ടിച്ചാൽ പോലും വിശ്വകർമാവാണ് എന്ത് ചെയ്ത് ഇതിനെല്ലാം ഒരു രൂപമാനം കൊടുക്കുന്നത്. നല്ല വിശ്വകർമ്മജരായ ഈ തൊഴിൽ ഗോളക അങ്കി ഉണ്ടാക്കുന്നവര് നേത്രഭാഗത്ത് ഒരു എള്ള് കടന്നു പോകാവുന്ന രീതിയിലുള്ള ചെറിയ 2 ദ്വാരം ഇട്ടിട്ടുണ്ടാവും. നേത്രശക്തി ആവാഹിച്ച് വേണം നെയ്യത്തിൽ അർപ്പിക്കാൻ. ആ ദ്വാരം അവിടെ ഉണ്ടാവും. പഴയ ഗോളകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റുമാനൂര് കാണും, വൈക്കത്ത് കാണും, അതുപോലെ തന്നെ പഴയ പ്രധാനപ്പെട്ട പുരാതന ഇപ്പൊ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഇവിടത്തെയൊക്കെ ഉത്സവത്തിനൊക്കെ ഇവരുടെ പഴയ കാലത്തെ തങ്ക അങ്കിയും തങ്ക ഗോളയൊക്കെ ചാർത്തും. ശ്രദ്ധിച്ചു നോക്കിയാൽ നേത്രഭാഗത്ത് 2 ചെറിയ എള്ള് കടന്നു പോകുന്ന സുഷിരം കാണാം.